മെന്റർ ഇസ്മായിൽ സാറിനും ഷുഹൈബ് സാർ, അൽത്താഫ് സാർ അടങ്ങുന്ന ഒട്ടനവധി ലീഡേഴ്സ് ഉണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് അപ്ലൈൻ ലീഡേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്ന SPG ഫൗണ്ടേഴ്സ് ഫാമിലിക്കും ഈ ഒരു അവസരത്തിൽ വളരെ കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ MC പറഞ്ഞതുപോലെ തന്നെ ഈ രാവിലെയുള്ള ഈ ഒരു സെഷൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ നമ്മളുടെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ നമ്മളുടെ വീട്ടിൽ വളരെ കംഫർട്ടായിട്ട് ഇരിക്കുന്ന സന്ദർഭം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ശ്രദ്ധ പല വഴിക്കും പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധ്യത ഉണ്ട്. അപ്പൊ അത് സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും ഇവിടെ തന്നെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്തിട്ടുള്ളത് നമ്മളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മുമ്പോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇതൊരു അക്കാദമിക്കലി ഉള്ള ഒരു ക്ലാസ് ആയിട്ട് ആരും കണക്കാക്കരുത്. കാരണം ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും പറയുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ ബിസിനസ്സിൽ അവര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അവർക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളും അവർ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾക്ക് കണ്ടിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അവസരത്തെ അതിൻ്റെതായിട്ടുള്ള വാല്യൂയോട് കൂടിയിട്ട് കാണണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു ഹൈഫ്ലേഴ്സ് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ്. നമ്മള് എല്ലാവരും ഈ ഒരു അവസരത്തിൽ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നേരത്തെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് നമ്മൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അതിന് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മള് മനസ്സിലാക്കിയിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു അവസരമാണ് ഈ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയിലൂടെ നമ്മൾ SPG എന്നുള്ള ഒരു ഓർഗനൈസേഷനോട് കൂടിയിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇൻസൈറ്റ് എന്നുള്ള ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള വലിയ ആവേശത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോ ഇതില് എന്നെ കേൾക്കുന്ന ആളുകള് അതായത് ഇൻസൈറ്റ് എന്നുള്ള പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഈ ഒരു അവസരത്തിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നേരത്തെ ജോയിൻ ചെയ്തിട്ട് തീരുമാനമൊന്നും എടുക്കാതെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ശക്തമായ തീരുമാനം എടുത്തിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം. ഒരുപാട് കാലമായിട്ട് ഇതിന്റെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഉണ്ടായിരിക്കാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോ സിറ്റുവേഷനിലും മുന്നോട്ട് നമുക്ക് എന്ത് വേണം എന്നുള്ള ഒരു ചിന്ത വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ സ്റ്റക്കായി പോവാറുണ്ടല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവസരത്തിൽ എത്തുമ്പോൾ ഇനി മുമ്പോട്ട് എന്ത് എന്നുള്ളത് ചെയ്തതൊന്നും റിസൾട്ട് വല്ലാതായിരിക്കാം. അതല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ നേരത്തെ ഉള്ള റിസൾട്ട് ഇല്ല, ടീമിലെ ആളുകളൊന്നും ഇല്ല, നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ല, ഇനി ഞാൻ എന്താണ് വേണ്ടത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളായിരിക്കാം നമ്മൾ. അങ്ങനെയുള്ള ആ ഒരു അവസരത്തിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഏറ്റവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സൊല്യൂഷൻ ആണ്. ഈ ഒരു സന്ദർഭങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ ചെയ്ത് ഫലം കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ളൊരു കാര്യം. അതായത് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ആളുകളെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളെ സംരംഭത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ പുറത്ത് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വലിയ രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുക്കും. അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, നമുക്ക് ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ തരുന്നു. അതിന് നല്ല ആളുകളെ നമുക്ക് ഏതാണോ പോസ്റ്റ് അത് ആവശ്യമുള്ള പോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് സെലക്ട് ചെയ്തെടുക്കുകയാണ് റിക്രൂട്ട്മെന്റ് കൊണ്ട് നമുക്ക് അറിയുന്ന ഒരു രീതി. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഈ അവസരത്തിലേക്ക് വരുന്ന സമയത്ത് റിക്രൂട്ട്മെന്റ് എന്നുള്ളതിന് ഒരു സിസ്റ്റം തന്നെ നമുക്ക് പറയാനുണ്ട്. എന്താണ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾക്ക്
ആളുകളെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അല്ല, നമ്മൾ ഇങ്ങോട്ട് വരികയല്ല ചെയ്യുക, നമ്മൾ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആരിലേക്കാണ് നമ്മൾ പോവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളടുത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് വേണം. എങ്ങനെയുള്ള ലിസ്റ്റാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ പോലെ ഈ ഒരു അവസരത്തെ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളില് വലിയ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാനും അവരുടെ വലിയ രീതിയിലുള്ള ശക്തമായ തീരുമാനം എടുത്ത് പ്രവർത്തിച്ച് മുമ്പോട്ട് വരുന്ന വലിയൊരു ടീമാണ് നമുക്ക് ഈ ഒരു ബിസിനസ് അവസരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലെ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അങ്ങനത്തെ ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളുടെ കോണ്ടാക്ട് വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റാണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ ഈ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മള് എല്ലാവരും, ഞാനടക്കം, തുടക്കത്തിലൊരു തെറ്റ് വരുത്തുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് പറ്റിയ ആളുകളെ മാത്രമേ നോക്കി നടക്കുള്ളൂ. അതായത് നമ്മൾ തീരുമാനിക്കും, മുന്നേ തന്നെ നമ്മൾ തീരുമാനിക്കും, ഈ ആള് വന്നാലേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ഇയാളും കൂടി ഉണ്ടായിരുന്നെങ്കിലേ ഉള്ളൂ എനിക്കൊരു ധൈര്യം വരുള്ളൂ, അങ്ങനെയുള്ള ചിന്ത വരും. അതല്ലെങ്കിൽ പിന്നെ ഒരു മുൻവിധിയോട് കൂടിയിട്ട്, ഇപ്പൊ നമ്മളെക്കാളും കുറച്ച് ഉയർന്ന ലെവലിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആ ആൾക്ക് ഈ ബിസിനസിന്റെ ആവശ്യം ഇല്ല എന്നുള്ളത്. അതല്ല എങ്കിൽ നമ്മളൊരു ഹൈ പൊസിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് ഉയർന്നിട്ടുള്ള ഒരാൾക്കാരാണെങ്കിൽ നമുക്ക് താഴെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ ഈ ഒരു അവസരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും നമുക്കൊരു മടി കാണുന്നുണ്ടാവും. കാരണം ആ ഒരു കാറ്റഗറി തമ്മിലുള്ള ആ ഒരു മനുഷ്യന്മാർ തമ്മിലുള്ള ആ ഒരു അകൽച്ച, അല്ലെങ്കിൽ എന്താ പറയാ, മാനസികമായിട്ടുള്ള ആ ഒരു സംഭവമാണ് അതിന്റെ പിന്നിലുള്ളത്. പക്ഷെ ഈ ഒരു അവസരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഓവർ എസ്റ്റിമേറ്റും ചെയ്യാൻ പാടില്ല, അണ്ടർ എസ്റ്റിമേറ്റും ചെയ്യാൻ പാടില്ല. അതായത് നമ്മളൊരു മുൻ ധാരണയോട് കൂടിയിട്ട് ഒരിക്കലും ആളുകളെ നമ്മൾ സമീപിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പകരം നമ്മൾ എങ്ങനെയാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള, അപ്പൊ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ ആയിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഏറ്റവും ആത്മബന്ധം പുലർത്തുന്ന ആളുകളെയാണ് ആള് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ പറഞ്ഞാൽ നമ്മളോട് ഒരിക്കലും നോ എന്ന് പറയില്ല, അത്രത്തോളം നമ്മൾ ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ നേരത്തെ MC ചെയ്തിട്ടുള്ള അസീന മാഡം ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഈ ബിസിനസ്സിലേക്ക് വന്ന ആളാണ്. കാരണം നമ്മൾ തമ്മിലുള്ള ചെറുപ്പം തൊട്ടേ സ്കൂൾ പഠനം തൊട്ട് മുതലേ ഉള്ള ഒരു ബന്ധം വെച്ചിട്ട് ഒരിക്കലും നമ്മൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പുകൊണ്ട് മാത്രമാണ് ഈ ഒരു അവസരം അവർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും വളരെ ബന്ധത്തിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, സഹപ്രവർത്തകരുണ്ടായിരിക്കും, ബന്ധുക്കൾ ഉണ്ടായിരിക്കും, വളരെ ആത്മബന്ധം പുലർത്തുന്ന അയൽവാസികൾ ഉണ്ടായിരിക്കും, അല്ലെ? ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുണ്ടായിരിക്കും. ഈ ഒരു ആളുകളിൽ നിന്നാണ് നമ്മൾ ഈ ബിസിനസ്സിനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ഈ ലിസ്റ്റ് നമ്മളുടെ കയ്യിലുണ്ട്, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു 100 പേര് നമ്മൾ എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ഒരു 20 പേരെ നമ്മൾ ഷോർട്ട് ലൈസ്റ്റ് ചെയ്ത് വെക്കണം. എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 20 പേര് ആരാന്ന് ചോദിച്ചാല് വീണ്ടും നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ഈ ഒരു അവസരം നമ്മൾ മനസ്സിലാക്കിയ സമയത്ത് നമുക്ക് ഈ ഒരു അവസരത്തിലേക്ക് വേണ്ട കുറെ പോരായ്മകൾ നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വീട് നമ്മൾക്ക് ഓഫ്ലൈൻ പ്രോഗ്രാമുകളൊക്കെ വരുന്ന സമയത്ത്, മീറ്റിങ്ങുകളൊക്കെ വരുന്ന സമയത്ത് അവിടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണെങ്കിൽ കൂടി വളരെ ബുദ്ധിമുട്ടുള്ള സമയത്താണ്. കൊറോണ സമയത്തൊക്കെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ്സോ സർവീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് എവിടെ എത്തിച്ചേരണം എന്നുണ്ടെങ്കിലും നമുക്ക് കൂടെ ഒരാൾ വന്നേ പറ്റുള്ളൂ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഏറ്റവും വലിയ റിസ്ക് തന്നെ ആയിരുന്നു. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ, അതിന് പറ്റിയ ഒരാളെയാണ് ഞാൻ അസീന മാഡത്തെ ആദ്യം തന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. കാരണം അവൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടേക്കും നമുക്ക് പോവാൻ, രണ്ട് വീട്ടിൽ നിന്നാണെങ്കിലും പെർമിഷൻ കിട്ടുന്നുണ്ടായിരിക്കും. അവരുണ്ട് എന്നുള്ളൊരു ഉറപ്പാണ്, അത്രയും ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതുപോലെ നമുക്ക് അത് എന്നെ സംബന്ധിച്ച് തുടങ്ങിയപ്പോൾ ഉള്ളൊരു കാര്യമാണ്. ഇതുപോലെ നമുക്ക് ചിലപ്പോ ഒരുപാട് പ്രസന്റേഷന് ആവശ്യമാണല്ലോ ഈ ഒരു അവസരത്തിൽ. ആ സമയത്ത് അങ്ങനെ പ്രസന്റേഷൻ സ്കില്ല് ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കില്ല. നമ്മളെ ഫ്രണ്ട്സോ നമ്മളെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ ആൾക്കാർ, നന്നായിട്ട് സ്റ്റേജ് പെർഫോമർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നന്നായിട്ട്
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാന്, കോർഡിനേഷന് കഴിവുള്ള ആളുകള്, അങ്ങനെ എന്താണോ നമ്മളിലുള്ള ഒരു കുറവ്, നമ്മളിൽ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ആളുകളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ എഡ്യൂക്കേഷനിൽ ഇപ്പൊ നമ്മൾ അൽത്താഫ് സാറൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്, സാറിന് എഴുതാനും വായിക്കാനും അറിയില്ല, സാർ എന്താ ചെയ്തത്, സ്കൂളിന്റെ പ്രിൻസിപ്പാള്, ട്രെയിനർ, അങ്ങനത്തെ ഒക്കെ ആളുകളിലേക്ക് ഈ ഒരു അവസരം എത്തിച്ചു. അപ്പൊ അതുകൊണ്ട് അവിടെ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സംഭവത്തിനുള്ള ഒരു പരിഹാരം കിട്ടിക്കഴിഞ്ഞു. ഇതുപോലെ നമ്മള് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വിദ്യാഭ്യാസം ഇല്ലാത്തവരിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. പകരം നമ്മളെക്കാളും വിദ്യാഭ്യാസം ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിക്രൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ചിലപ്പോ ഇപ്പൊ എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കേഷൻസ് മൊബൈലൊന്നും കൈകാര്യം ചെയ്യാനൊന്നും അത്ര കഴിവില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അതിനൊന്നും അത്ര പ്രാധാന്യം ഒന്നും കൊടുത്തിട്ടില്ല. കാരണം അതൊന്നും ആവശ്യമില്ലായിരുന്നേനും അതിനത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു അവസരത്തിൽ വന്നപ്പോൾ നമ്മളുടെ ലീഡേഴ്സ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഇസ്മായിൽ സാറൊക്കെ നമുക്ക് എങ്ങനെ ഫോട്ടോ സെൽഫി എങ്ങനെ എടുക്കേണ്ടതെന്ന് വരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പഠിപ്പിച്ചു തരേണ്ട ആളുകളായിരുന്നു. അതല്ലെങ്കിൽ അത്രയും പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തെ സമീപിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മളെക്കാളും കഴിവുള്ള ആളുകളെ വേണം നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വലിയൊരു ടീമിനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പാർട്ട്നേഴ്സ് കൂടിയാണ് അവരാണ് നമ്മളുടെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ. ഇപ്പൊ നമ്മളൊരു കമ്പനിയായിട്ട്, നമ്മൾ ഓൺ കമ്പനിയാണല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും പിന്നെ ഫ്രാഞ്ചൈസി ക്ലിയർ കുറവാണെന്ന് പറയുന്നു, ശരിയാണോ സാർ? താങ്ക് യു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷോർട്ട് ലൈസ് ചെയ്തിട്ട് നമ്മുടെ ലിസ്റ്റിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മളെക്കാളും കഴിവുള്ള ആളുകളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ട് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തമായ തീരുമാനമെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെയാണ് നമുക്ക് നമ്മളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ളത്. അതിനുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പൊ റിക്രൂട്ട്മെന്റ് എന്നുള്ളതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ അടുത്തൊരു സ്ട്രോങ് ലിസ്റ്റ് വേണം. ആ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ രണ്ടാമതായിട്ട് വേണ്ടത്, നമ്മൾ ഈ ഒരു അവസരത്തെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് കേൾപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാ നന്നായിട്ട് കേൾപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ഒരു പക്ഷെ പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം. അപ്പോ ഒരിക്കലും നമ്മൾ ഈ അവസരത്തെ പറയാൻ പാടില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു പക്ഷെ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു വരുമാനം വന്നിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഈ ഒരു അവസരത്തെ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. നമ്മളൊരു മോട്ടിവേഷന്റെ പുറത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിരിക്കാം. അപ്പോൾ നമ്മൾ ചെന്ന് പറയുന്ന ആളുകൾ ഒരു പക്ഷെ നമുക്ക് മോട്ടീവ് ആയിട്ടുള്ള കാര്യം അവർക്ക് ഒരിക്കലും മോട്ടീവ് ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തെ നമ്മൾ ഈ ആളുകളിലേക്ക് കേൾപ്പിക്കുന്ന സമയത്ത് ഒരു വരുമാനമെങ്കിലും വന്നിട്ടുള്ള ഒരാളെ കൂട്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു അവസരം ആളുകളോട് പറയേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മളുടെ അറിവ് വെച്ചിട്ട് പുതുതായിട്ട് ഒരാളോട് ഒരിക്കലും ബിസിനസ് പറയാൻ പാടില്ല. ഈ ബിസിനസ് അവസരം നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ നമുക്ക് ബോധ്യപ്പെട്ടു, നമ്മൾ അപ്ലൈ ലീഡർ നമ്മൾ ചെയ്യാൻ പ്രാപ്തമാണെന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുതുതായിട്ടുള്ള ആളുകളോട് പ്രസന്റേഷൻ നടത്തേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വലിയൊരു മിസ്റ്റേക്ക് എല്ലാവരും വരുത്തുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ഈ ഒരു അവസരം കേൾപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ ജുനൈസ് സാർ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, നമ്മൾ സംസാരിക്കുന്ന വാക്കുകള്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. നമ്മൾ കൂടെ പോകുന്ന ആര് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്, അപ്പോൾ അവരുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വാക്കുകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. വീണ്ടും പറയുന്നു, ഒരിക്കലും നമ്മൾ ഒറ്റക്ക് പോയിട്ട് പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ ഒരാളോടും ഈ അവസരം പറയരുത്. പകരം അപ്ലൈൻ ലീഡർ, ഗ്രോയിങ് അപ്ലൈൻ ആയിരിക്കണം കേട്ടോ. അതായത് ഇതിനെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരു മിനിമം TC ആൻഡ് എബോ ലീഡേഴ്സിനെങ്കിലും ആയിരിക്കണം. കാരണം ചിലപ്പോ ഞാന് വന്നു
വന്നതിന് മുമ്പ് എന്നോട് എന്റെ ലീഡർ, ഇപ്പൊ ഞാൻ സിനിമയുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് ഏതാനും മാസങ്ങളോ ദിവസങ്ങളോ ഒക്കെ ആയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ ഈ അവസരത്തെ അത്ര മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. അവരോട് ഞാനിത് പറയുന്ന സമയത്ത് എന്റേതായിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അതിന് പകരം നമ്മളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ടി സി ആൻഡ് ഇപ്പോൾ ലീഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നിന്നുള്ള അത്ര മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ അവർക്ക് ഈ ഒരു കാര്യം പ്രസന്റേഷൻ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ഒരു അതല്ല എങ്കിൽ വേറെ ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ GTS പ്രോഗ്രാമുകൾ ഉണ്ട് അല്ലെ. എല്ലാ വിവിധ ജില്ലകളിൽ തന്നെ, ഓരോ ജില്ലകളിൽ തന്നെ ഒന്നും രണ്ടൊക്കെ പ്രോഗ്രാമുകൾ കമ്പനി നേരിട്ട് നടത്തുന്നതുണ്ട്, ഫോക്കസ് മീറ്റുകളായിട്ട് നടത്തുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഈ ഒരു അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആളുകളെ കൊണ്ടുവന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. അവിടെ ആകുമ്പോൾ ഒന്നുകൂടി അവർക്ക് വിശ്വാസം നിലനിൽക്കാൻ സാധിക്കും. കാരണം എന്താന്ന് വെച്ചാല് അവിടെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അവ സംസാരിക്കുന്നുണ്ടാകും. അപ്പോൾ ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഈ ഒരു അവസരം ആവശ്യമാണ് എന്നുള്ളത് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും ആ ഒരു പ്രോഗ്രാമിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഒരു അവസരത്തെ നമ്മൾ ഏറ്റെടുത്തു, അവർ നമ്മളോടുള്ള ഒരു വിശ്വാസത്തില് അതല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാന്ന് ഒരു ഉറപ്പ് തന്നു കഴിഞ്ഞാല് നമ്മൾ അവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോളോ അപ്പ് എന്നുള്ള കാര്യത്തില് നമ്മൾ പലപ്പോഴും എല്ലാവർക്കും നേരിടുന്ന ഒരു വിഷയമാണ് ഈ ഫോളോ അപ്പ് എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പം ബിസിനസ് കാണിക്കാനും ജോയിൻ ചെയ്യിപ്പിക്കാനും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാനൊക്കെ എല്ലാവർക്കും സാധിക്കും. പക്ഷെ അവരെ ഈ ഒരു ബിസിനസ്സിൽ നിലനിർത്തുന്ന ഘടകം, അതായത് ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത്, അവര് ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു അവസരത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഫോളോ അപ്പ് ആണ് വളരെ പ്രധാനം അർഹിക്കുന്ന ഒരു കാര്യം. അതിലാണ് എല്ലാവരും എന്ത് ചെയ്യാറ്, വീഴ്ച വരുത്താറുള്ളത്. നമ്മളൊരു പുതുതായി നമ്മളോട് കൂടി വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ ഈ അവസരം കേട്ടിട്ടുള്ള ഒരാളെ 24 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ അപ്പ് നടത്തേണ്ടത്. ഒരിക്കലും കുറച്ച് കഴിയട്ടെ പിന്നെ ആവാം അങ്ങനെയൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രോസ്പെക്ട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും. അത് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ, കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ ഫോളോ അപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മള് പിന്നെ എല്ലാവരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ടുള്ള ഒരാളാണ്, നമ്മൾക്ക് ഏറ്റവും ആത്മബന്ധമുള്ള ഒരാളും കൂടിയാണെങ്കിൽ വെറുതെ പഴയ കാര്യങ്ങൾ സംസാരിച്ച് സമയം ഒരിക്കലും കളയരുത്. കൃത്യമായിട്ട് അവരുടെ ഏറ്റവും വേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു ലേഡിയോടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മള് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാള് അവരുടെ ആ വീട്ടിലത്തെ ലേഡി ആണെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ട്ണർ തീർച്ചയായിട്ടും ഈ അവസരം ഒരുമിച്ച് കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല ഒരു ജെൻസിനോടാണെങ്കിൽ, ആണുങ്ങളാണ് നമ്മളുടെ കൂടെ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവരുടെ വൈഫിനോടും, അതായത് കൃത്യമായിട്ട് ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ അവരോട് കൂടി തീരുമാനമെടുത്തിട്ട് പ്രവർത്തിക്കേണ്ട ആളുകൾ, ഇപ്പോ കല്യാണം കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സിനെ അവർ കൂട്ടത്തിൽ ഇരുത്തിയിട്ടാണ് ഫോളോ അപ്പ് ചെയ്തിട്ടിരിക്കേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരാളെ ഇപ്പൊ ഞാൻ എന്നുള്ള ആള് തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ സമ്മതം ആവശ്യമാണ്, അവരെ കൺവിൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഇതുപോലെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ വളരെ തീരുമാനമൊക്കെ എടുത്ത് നമ്മള് ആളെ ഒക്കെ ആക്കിയിട്ട് ചെല്ലുന്ന സമയത്ത്, വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ആകെ അവര് പറയും ഇതൊന്നും ഈ വിചാരിക്കുന്ന പോലെയല്ല, ഇതിന്റെ ഒക്കെ പിന്നെ ഇപ്പോഴല്ലേ ഇത് കാണുന്നുള്ളൂ, ഞാനൊക്കെ ഒരുപാട് കണ്ടതാണെന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. അങ്ങനെ ആവും ആണുങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ ആണുങ്ങളാണ് ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ എന്ത് പറയും, നിങ്ങൾ വിചാരിക്കുന്നതൊന്നല്ല, ഇതുപോലെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാണ്. നമ്മളെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ, അൽത്താഫ് സാറോടൊക്കെ അപ്പൊ അവരുടെ വൈഫൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പും വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഫോളോ അപ്പിന് പോകുന്ന സമയത്ത് പാർട്ട്ണറെ കൂടി ഇരുത്തിയിട്ട് വേണം നമ്മൾ ഈ ഒരു അവസരത്തെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഫോളോ അപ്പ് എന്നുള്ളത് ഒരു കാലത്തും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ വ്യത്യസ്ത രീതിയിലായിരിക്കും നമ്മൾ ഫോളോ അപ്പ് നടത്തേണ്ടത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഫോളോ അപ്പിന്റെ കാര്യത്തിൽ നമ്മൾക്ക് വെറുതെ ഇരുന്ന് സംസാരിച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്താണ് ഇവരെ കൊണ്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മളെ
ക്ലോസിംഗ് നടക്കണം അല്ലെ? ബിസിനസ് ക്ലോസിംഗിനാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആദ്യത്തെ സംഭവം ബിസിനസ് ക്ലോസിംഗ് ആണ്. അപ്പൊ ഈ ക്ലോസിംഗ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അധികം ആളുകൾ നമ്മളോട് എന്താ പറയാറുള്ളത്? അവർ ക്ലോസിങ്ങിന് അടുക്കുന്നില്ല, മാഡം നിങ്ങളൊന്ന് വരണം, അല്ലെങ്കിൽ സാറ് നിങ്ങളൊന്ന് വരണം, STC ആൻഡ് എബോ ലീഡറൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലോസിംഗ് സാധിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ട്. പക്ഷെ ആ ധാരണ എന്നുള്ളത് ചില സമയത്ത് തിരുത്തപ്പെടേണ്ടതായിട്ട് വരും. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ ബിസിനസ് അവസരം ഹസീന മാഡത്തോട് പറയുന്ന സമയത്ത് എന്താണ് അവസരം എന്നുള്ളത് കേൾപ്പിക്കാൻ എന്റെ അപ്ലൈ ലീഡറിന് പറ്റും. ഇതിലുള്ള സാധ്യത എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അവരെ കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ലീഡറിന് സാധിക്കുന്നുണ്ടാവും. പക്ഷെ അവര് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ലഭിക്കുന്നത് നമ്മുടെ വാക്കിൽ നിന്നാണ്. അതാണ് പുതിയതായിട്ട് നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ ആരാണ് ഇവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്, ആരുടെ ലിസ്റ്റിലാണോ നമ്മൾ പുതിയ വ്യക്തിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അയാളോട് പറഞ്ഞിട്ടുള്ള ഈ ആരാ ലിസ്റ്റാണ് അവരാണ് എന്ത് ചെയ്യേണ്ടത്, കോൺഫിഡൻസ് കൊടുക്കേണ്ടത്. അവരുടെ എക്സൈറ്റ്മെന്റ് കാണുമ്പോഴാണ്, അതല്ലെങ്കിൽ അവരുടെ വാക്കുകളാണ് തീർച്ചയായിട്ടും നമ്മൾ പോയിട്ടുള്ള ഈ ഒരു വ്യക്തി നോക്കി കാണുന്നത്. കാരണം അവർക്ക് പരിചയമുള്ള ആൾ ആരാണ്, ഇപ്പൊ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ആളാണ്. പകരം നമ്മുടെ ലീഡേഴ്സ് എത്ര ഉയർന്നിട്ടുള്ള റാങ്കിലാണെങ്കിലും, അവരെത്ര വരുമാനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും, എത്ര ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ അത് അവർക്ക് അത്രത്തോളം എഫക്റ്റീവ് ആവണം എന്നില്ല. പകരം ആരാണോ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആ ആളുടെ കോൺഫിഡൻസിനനുസരിച്ചിട്ടാണ് അവരെ നമുക്കാണ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റേണ്ടത്. ഒരിക്കലും നിങ്ങൾ STC വരട്ടെ, RTC വരട്ടെ, അല്ലെങ്കിൽ DTC വരട്ടെ, ZTC വരട്ടെ എന്നൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരെ ക്ലോസിംഗ് നടത്താൻ നിങ്ങൾ കൊടുക്കുന്ന ധൈര്യമാണ് ഏറ്റവും അത്യാവശ്യം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ കണക്ഷൻ ആണല്ലോ, നമ്മളുടെ ആ ഒരു റിലേഷനിലാണല്ലോ അവര് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഫോളോ അപ്പിന് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അവരുടെ വർക്കിംഗ് സമയത്തൊന്നും അവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയരുത്. കാരണം അവര് വർക്കിങ്ങില് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവരുടെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റൂല. ഓഫീസ് ടൈമിലൊന്നും ആയിരിക്കരുത്. അല്ലെങ്കിൽ നമ്മള് പോകുന്ന വഴിക്ക് ഇന്നലെ വന്നിരുന്നില്ലേ, എന്തായാലും എനിക്ക് അങ്ങനെയൊന്നും ചോദിച്ചിട്ട് ചെയ്യരുത്. അവരോട് സമയം ചോദിച്ചിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ പോവേണ്ടത്. കാരണം നമ്മൾ ഒരു കാര്യത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് വഴിയിൽ വെച്ചിട്ടോ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പകരം അവരുടെ സമയം ചോദിച്ചിട്ട് ഞാൻ വരുന്നുണ്ട്, ഫ്രീ ആവുമോ എന്ന് ചോദിച്ചിട്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമയം എപ്പോഴാണ് എന്നുള്ളത് ചോദിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ പോവേണ്ടത്. അതില്ല എങ്കിൽ നമ്മൾക്ക് ആ ഒരു ചിലപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ കേട്ട് നല്ല അവസരം ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ചെല്ലുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സമയം അതൊന്നും ആപ്റ്റ് അല്ല എങ്കിൽ, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ല എങ്കിൽ നമുക്ക് ആ ഒരു പ്രോസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടർ നഷ്ടപ്പെടുന്നുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ ഫാമിലിയും വ്യത്യസ്തമാണ്. ഫാമിലിയിലുള്ളവർ ആരും ഈ ഒരു അവസരത്തെ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അതൊക്കെ തെറ്റായ ഒരു രീതിയിലുള്ള ഒരു ധാരണ വരുത്താനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലേഡീസിന്റെ കാര്യത്തിൽ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അവരോട് അവരുടെ സമയം, അവരുടെ ഫാമിലി എല്ലാം ചോദിച്ചറിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അവസരം ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് സക്സസ്ഫുള്ളി ഒരുക്കി തന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ NDO പ്രോഗ്രാമുകള്, അതുപോലെ നമ്മളുടെ ഒരുപാട് പ്രോഗ്രാമുകൾ. ഇപ്പൊ ഈ ഒരു ഹൈ ഫ്ലയേഴ്സ് എന്നുള്ളത് തന്നെ വലിയ രീതിയിലുള്ള ഒരു അറിവാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള, നമ്മോട് കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോളോ അപ്പ് നടത്തുമ്പോൾ നമ്മൾ ഒരേ ആളുകളിലേക്കല്ല നമ്മൾ പോവേണ്ടത്. അത് കുറച്ചും കൂടി വൈഡായിട്ട് അവരുടെ ലിസ്റ്റ്, ഇപ്പൊ ആദ്യം ക്ലോസിംഗ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പ്രൊഡക്റ്റ് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ലിസ്റ്റ്
വാങ്ങിക്കാനും അവരോട് ഇതെങ്ങനെയാണ് പ്രസന്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ അപ്പിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു അവസരത്തിൽ ഓരോ കാര്യങ്ങളും ഓരോ ലെവലിലും വ്യത്യസ്തമാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു TC ആയിട്ടുള്ള ഒരാളെയാണ് അവിടെ ആയിക്കഴിഞ്ഞാലും, ഒരു DTC ആയിക്കഴിഞ്ഞാലൊക്കെ മേലുള്ള ആളുകളുടെ ഫോളോ അപ്പ് ആവശ്യമായിട്ട് വരും അല്ലെ. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് വരും. അപ്പൊ അതൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും, ഒരു ടീമിനെ വിളിച്ചു വരുത്തിയിട്ടാവും. അതായത് ഓരോ ആളുകളുടെ ടീമിനെ നമ്മൾ പ്രത്യേകം വിളിച്ചു വരുത്തിയിട്ട് NDO പ്രോഗ്രാമുകളായിട്ടോ അതല്ലെങ്കിൽ മീറ്റിങ്ങുകൾ, ഓൺലൈൻ മീറ്റിങ്ങുകളായിട്ടോ, അത് അങ്ങനെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള ലീഡർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളും നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. അതൊക്കെ നമ്മൾ ലീഡേഴ്സായിട്ട് ചർച്ച ചെയ്തിട്ട് ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാവണം നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മളുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകളെ നമ്മൾ ബിസിനസ് പ്ലാൻ കാണിച്ചു കൊടുത്തു, അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ എന്താ പഠിപ്പിക്കേണ്ടത് വെച്ചാൽ പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനും പ്രോഗ്രാമിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും ഈ പ്രോസസ്സ് തന്നെയാണ് അടുത്ത ആളുകളിലേക്കും കടന്നു വരുന്നത്. അതായത് ഇതിങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ടീമിൽ അങ്ങനെ ഡെവലപ്പായി വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മളുടെ സ്കില്ല് ഒരുപാട് കൂട്ടേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ പുസ്തകങ്ങൾ ചിലപ്പോൾ വായിക്കേണ്ടി വരും, വീഡിയോസ് കാണേണ്ടി വരും, ഒരുപാട് പ്രോഗ്രാമുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിലൊന്നും നമ്മൾ ഒരിക്കലും മടി കാണിക്കാൻ വേണ്ടി പറ്റൂല. ഞാൻ എന്നുള്ള ആള് ഒരിക്കലും ഈ ഒരു അവസരത്തിൽ വരുന്നോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നോ എന്നും ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് കൂടിയില്ലായിരുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ വന്നത് ജുനൈദ് സാറിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അവരിപ്പോ ഈ ബിസിനസ്സിൽ പ്രൊഡക്റ്റ് പോലും ഉപയോഗിക്കുന്നതോടെ എനിക്കറിയില്ല. പക്ഷെ ജുനൈദ് സാറ് ഇപ്പൊ റിക്രൂട്ട്മെന്റ് എന്നുള്ള ഒരു ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ ജ്യേഷ്ഠന്റെ ഭാര്യയോട് അവരുടെ ലിസ്റ്റ് ചോദിക്കുന്നു, അവരോട് ഒന്ന് പരസ്യം ചെയ്യാനായിട്ട് പറയുന്നു. ആ ഒരു സമയത്ത് അവരുടെ ഫ്രണ്ട്സ് എന്നുള്ള ലിസ്റ്റിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു അവസരത്തെ കുറിച്ച് ചോദിച്ചറിയുന്ന സമയത്ത് നമുക്ക് ജുനൈദ് സാറിന്റെ നമ്പർ തരുന്നു. ജുനൈദ് സാറെ കണക്ട് ചെയ്ത് തരികയാണ് ചെയ്തത്. 3 മാസത്തോളം ഞാന് ഈ ഒരു അവസരത്തെ മനസ്സിലാക്കാനോ ഒന്നും ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പകരം ഹസ്ബൻഡിനാണ് ഞാൻ ഈ നമ്പർ നേരെ ഷെയർ ചെയ്യുകയും ഹസ്ബൻഡുമായിട്ട് ജുനൈദ് സാർ നിരന്തരം സംസാരിച്ച് ഒരുപാട് പ്രൊഡക്റ്റുകൾ, എനിക്ക് തോന്നുന്നു ഒരു 15,000 രൂപന്റെ മുകളിലുള്ള പ്രൊഡക്റ്റുകൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് അദ്ദേഹം അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പേയ്മെന്റ് ഒക്കെ അവിടെ നിന്ന് നടത്തിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തരുമായിരുന്നു. ആ തരുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ വീട്ടിലൊരിക്കലും ജുനൈദ് സാറ് വരുന്ന സമയത്ത് ജുനൈദ് സാറിന്റെ മുന്നിൽ വരൂലായിരുന്നു. പകരം ഉമ്മാനെ അവിടെ നിർത്തി കൊടുക്കും, ആള് വന്നാൽ പോകൂല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ ഒരു അവസരം ഇപ്പൊ ഞാൻ നേരിട്ടോണ്ടിരിക്കുന്നുണ്ട്. ലോ ഓഫ് കർമ്മ എന്നാണല്ലോ. അപ്പൊ ഇതൊരു സംഭവം നമ്മൾ ജുനൈദ് സാർ ഈ ഫോളോ അപ്പ് എന്നുള്ള കാര്യം 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് നമ്മളുടെ നീഡ് എന്താണോ എന്നുള്ളത് കണ്ടുപിടിച്ച് അതില് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന വാക്ക് എന്താണോ അത് നമ്മളോട് സംസാരിച്ചപ്പോഴാണ് ഇതൊരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനം എടുത്തത്. ഞാൻ തീരുമാനം എടുത്ത സമയത്തും ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, നീ വിചാരിക്കുന്ന പോലെയല്ല, ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് എന്ത് പറയരുത്, ഇതിനെ കൊണ്ട് പറ്റൂല എന്നുള്ളത് പറയരുത്, ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വളരെ വൃത്തിയായിട്ട് ചെയ്തോളാം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇതിന് അത്ര പ്രശ്നമൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളുടെ ഒരു മോട്ടിവേഷൻ. ഞാൻ അന്ന് ചിന്തിച്ചത് എന്താന്ന് വെച്ചാൽ കൊറോണ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വിൽക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എവിടെയും പോവേണ്ട ആവശ്യം വന്നിരുന്നില്ല. ഒന്നുകിൽ ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ സിറ്റ് ഔട്ട് വരെ പോകാണ്ടി വന്നിരുന്നുള്ളൂ. കാരണം നമ്മൾ അറിയുന്ന ആളുകൾക്കാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദൂരത്തുള്ള റിലേറ്റീവ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, അത് നമ്മൾ പോകുന്ന സമയത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്നൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചത് ഈ ഒരു അവസരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും പുറത്തു പോകുന്നത് വേണ്ട എന്നുള്ള ആ ഒരു ധാരണയാണ് ഫസ്റ്റിൽ എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതല്ല, പകരം റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രമല്ല, ഇതിൽ സെയിൽസ് ടേൺ ഓവർ ബോണസ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ലീഡർ ആവണം. അതുപോലെ ഒരുപാട് ലീഡേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ലിസ്റ്റിലുള്ള ആളുകളെ പോയി കണ്ട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോ അപ്പോഴും ഞാൻ മടിച്ചൊരു കാര്യമായിരുന്നു. ഞാൻ ജുനൈദ് സാറിന്റെ അടുത്ത് പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റൂല, കാരണം
ഞാൻ ഇതുവരെ എവിടെയും വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇസ്മായിൽ സാറെ കണക്ട് ചെയ്ത് ഇസ്മായിൽ സാർ തന്ന ധൈര്യത്തിലാണ് നമ്മൾ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമ്മളുടെ ഭാഗത്തുനിന്ന് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് തന്നപ്പോഴാണ് അതിനുവേണ്ട ട്രെയിനിങ്ങുകളും കൂടി ഓൺലൈനിൽ തന്നെ കിട്ടിയത് കൊണ്ടൊക്കെയാണ് റീഗ്നേറ്റ് പോലത്തൊക്കെ പ്രോഗ്രാമുകൾ അന്ന് ഓൺലൈനിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ വന്നത്. കാരണം POP പോലും ഓൺലൈനിലായിരുന്നു കൊറോണ ആയതുകൊണ്ട്. അത് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യൂല, അത്ര ദൂരം സഞ്ചരിച്ചിട്ടൊന്നും ഒരിക്കലും ഒരു മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നൊരു അവസരം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ ഈ സൂം എന്നുള്ള പ്ലാറ്റ്ഫോം അതല്ലെങ്കിൽ കൊറോണ എന്നുള്ള ഒരു സംഭവം വന്നത് ഞാൻ ഈ ഒരു അവസരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അതിന്റെ ജീവിതത്തിൽ ഒരു നന്മയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പോ ഇതുപോലെ ഓരോരുത്തർക്കും ഈ ഒരു അവസരം വന്നത് ആരും ഒരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണമെന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് വളരെ യാദൃശ്ചികമായിട്ടാവും ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഒരാളും കൂടുതലായ ഒരുപാട് ആൾക്കാരെന്നല്ല എങ്കിലും ഒരു 30 എന്താ പറയാ ഒരു 70% ആൾക്കാരും എന്താവും മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടോ അതല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ആവും ഈ ഒരു അവസരത്തിലേക്ക് വന്നിട്ടുണ്ടാവുക. പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ തീരുമാനം എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോ നമ്മളോട് പറഞ്ഞ ആളെന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നില്ല. അത് വിചാരിച്ചിട്ട് നമുക്ക് ഒരു പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാല് നമ്മളെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, വളരെ ശക്തമായിട്ട് തീരുമാനം എടുത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് അപ്ലൈൻ ലീഡേഴ്സ് നമ്മളുടെ കൂടെ ഉണ്ട്. ഇതൊരു ടീമായിട്ടുള്ള വർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടീമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെക്കാൾ ക്വാളിറ്റി ഉള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം. കാരണം ഇല്ല എങ്കിൽ നമ്മളുടെ നമ്മളടങ്ങുന്ന നമ്മളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ടീമില് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ഇല്ല എങ്കിൽ നമ്മളുടെ ബിസിനസ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് സമയം എടുക്കുന്നുണ്ടാകും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ബിസിനസ്സിനെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, സീ മോർ പീപ്പിൾ എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും കൂടുതൽ ആളുകളെ കാണുക. എല്ലാ പ്രശ്നത്തിലും ഈ ബിസിനസ്സിൽ നേരിടുന്ന എല്ലാ വിഷയത്തിനുള്ള സൊല്യൂഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീ മോർ പീപ്പിൾ, കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ പോവുക, കൂടുതൽ ആളുകളെ നമ്മൾ കാണുക, കൂടുതൽ ആളുകളെ കാണുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ബിസിനസ്സിൽ ഏത് പ്രതിസന്ധി വരുന്ന സമയത്ത് നമുക്കുള്ള ഒരു ഷോർട്ട് കട്ട് അതല്ലെങ്കിൽ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാവണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും നമ്മളെക്കാളും താഴെ ലെവലിലുള്ള എഡ്യൂക്കേഷൻ ആവട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ആവട്ടെ അങ്ങനെ എന്താണ് നമ്മൾക്കുള്ളതിനേക്കാൾ കുറഞ്ഞ ആളുകളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ലാബിലിറ്റി ആവും തരുന്നുണ്ടാവുക. പകരം നമ്മളെക്കാളും ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ കൊണ്ട് അങ്ങനെ ഒന്നല്ല, തീരുമാനമെടുത്ത് ഉള്ളിൽ സ്വപ്നങ്ങളുള്ള ഈ ഒരു ബിസിനസ് അത്യാവശ്യമായിട്ടുള്ള അതല്ലെങ്കിൽ ഒരുപാട് എന്താണ് കത്തുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളുടെ പരിചയത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കണ്ടുപിടിച്ച് അവരെ നമ്മളുടെ ടീമിന്റെ പാർട്ടാക്കിയിട്ട് മാറ്റാനാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ള കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമുക്ക് പറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അവസരത്തെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏതൊരാളോടും നമ്മൾ ഈ അവസരം പറയുന്ന സമയത്ത് അവർക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന്റെ സാധ്യത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതും ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഉൽപ്പന്നങ്ങൾ ഏത് രീതിയിലാണ് ഉള്ളത് എന്നുള്ളതും എന്തിനാണ് അത് ഉള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യൂസ് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് ഈ ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് നമ്മുടെ പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റുകൾ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ് ഏതൊരാളിലേക്കും നമുക്ക് പകർത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരിക്കലും നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ സ്റ്റക്കായി നിൽക്കേണ്ട അവസരം വരുന്നില്ല. കാരണം അതിനുള്ള സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു അവസരം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. വളരെ സാധാരണക്കാരായിട്ടുള്ള ഏതൊരാൾക്കും ശക്തമായ തീരുമാനം എടുത്തിട്ട് വളരെ അസാധാരണക്കാരായി മാറാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് നമ്മൾ വന്നു പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ ഇഷ്ടം പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഓരോ GTSലും നമ്മൾ കാണുന്നുണ്ട്. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക്
വളരെ കോൺഫിഡൻസ് ആണ് നൽകുന്നുണ്ടാവുക. ഈ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ കോണ്ടാക്റ്റുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അതിന് നമ്മളാണ് ആദ്യം തീരുമാനം എടുക്കേണ്ടത്. തീരുമാനമെടുത്ത് പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇനീസിയേഷൻ ആണല്ലോ ഏറ്റവും വേണ്ടത്. അത് നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ആരെയും ഇതില് ചെറുതായിട്ടും കാണരുത്. ഇത് ഇവര് വന്നിട്ടേ ഞാൻ തുടങ്ങൂ എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവരുത്. അങ്ങനെ ചിന്തിച്ചവരുടെ ആരും എന്ത് ബിസിനസ്സിൽ വന്നിട്ടുണ്ടാവില്ല. അവര് വന്നാലേ ഞാനിത് ചെയ്യൂ എന്നുള്ള ഒരു തീരുമാനമായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ പറയുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ പറയാറുണ്ടല്ലേ, ഞാൻ പഠിക്കട്ടെ, പഠിച്ചിട്ട് വരട്ടെ. ഇവർ ഇത്രയും കാലമായിട്ടും ഞാൻ എന്നോടൊന്നും പറഞ്ഞിട്ടുള്ള ഒരാളും ഇതുവരെ പഠിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് എന്റെ ബിസിനസ് കേട്ട സമയത്ത് ഞാൻ ആദ്യം ഷെയർ ചെയ്തത് എന്റെ സിസ്റ്ററോടാണ്. ആ സിസ്റ്റർ ഇന്നും ഞാൻ പറയുന്ന സമയത്ത് അത്ര ഒരു നമ്മളെ ഏറ്റെടുത്ത രീതിയിലൊന്നും ഏറ്റെടുത്തിട്ടില്ല. അതല്ലെങ്കിൽ അവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ എന്നെ കൊണ്ടും പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിങ്ങനെയാണ്. പക്ഷെ അവർ വന്നിട്ടേ ഞാനത് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളായിരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ മോൾക്ക് ഒരു സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കാനോ, ഞങ്ങളെ വീട്ടില് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചതുണ്ട്. ഫ്രിഡ്ജ് ആവട്ടെ, ഒരു റിമോട്ടിന്റെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു റോബോട്ട് ഉണ്ട്, യുറേക്ക ഫോബിന്റെ. അങ്ങനത്തെ എന്റെ മക്കൾക്ക് വേണ്ട സാധനങ്ങളാവട്ടെ, എന്റെ മക്കൾക്ക് സൈക്കിള് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ അധികമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ ഞാനാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഫോൺ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ വന്നതുകൊണ്ടാണ് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയത്. എന്റെ ഉള്ളിലുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളിലേക്കൊക്കെ എത്താനുള്ള ഒരു ധൈര്യം കൂടി എനിക്ക് ഈ ഒരു അവസരത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് കിട്ടിയത്. അന്ന് ഞാൻ ചിന്തിക്കായിരുന്നു, അവളൊന്നും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ അത് ചെയ്യാന്ന് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യങ്ങളൊന്നും നേടിയെടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ലിസ്റ്റൊക്കെ തയ്യാറാക്കിയാൽ നമ്മൾ വിളിക്കുന്ന ആളുകൾ നമ്മളെ കൂടെ വന്നിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും നമ്മൾക്ക് ഇതില് മുമ്പോട്ട് പോവാൻ പറ്റാതിരിക്കരുത്. പകരം എന്ത് ചെയ്യുക, നമ്മൾ ഈ അവസരത്തെ നന്നായിട്ട് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ആളുകളെ ദൈവം നമുക്ക് തരും. അപ്പൊ നമ്മള് ഉത്തരവാദിത്തം എന്താ വെച്ചാൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. റിസൾട്ട് തരുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ അതിന്റെ റിസൾട്ട് ദൈവം തരുന്ന ഉറപ്പാണ്. അത് തരുന്ന ആളും ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുക. നമ്മളുടെ വിശ്വാസമാണ് കൂട്ടേണ്ടത്. നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മളുടെ ടീമിനെ സ്നേഹിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ചെയ്തു കൊടുക്കുക. അതുപോലെ നമ്മളുടെ ലീഡേഴ്സുമായിട്ടുള്ള കണക്ഷൻ ഉറപ്പുവരുത്തുക. റിലേഷൻ വളരെ പ്രധാനമുള്ള ഒരു ബിസിനസ് അവസരമാണ് ഇത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ ശക്തമായ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു അവസരത്തിലൂടെ സാധിക്കും. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളുടെ ഓർഗനൈസേഷനും നമ്മളെ അപ്ലൈ ലീഡേഴ്സും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്ലൈ ലീഡർ എന്താണോ പറയുന്നത് അത് നമ്മൾ മനസ്സാ വാച കർമ്മണ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്നെ ഇതുവരെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എന്നെ ഈ ഒരു അവസരത്തിലേക്ക് എത്തിച്ച എൻ്റെ ദൈവത്തിനും അതുപോലെ എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സിനും എൻ്റെ കൂടെ ശക്തമായിട്ട് പ്രവർത്തിച്ച എൻ്റെ ഓരോ ടീമിനും എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് ലവ് ലൈൻസും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ശക്തമായ തീരുമാനമെടുത്ത് പ്രവർത്തിക്കാനും ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാനൊക്കെ ഈ ഒരു അവസരത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ.